പ്രിയമുള്ളവരെ, വചനജ്വാല 1643 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 1 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ജെറമിയായുടെ പുസ്തകം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. ജെറൂസലേം നശിപ്പിക്കപ്പെടും. സെദക്കിയ രാജാവ് മിൽക്കിയായുടെ മകനായ പാഷൂറിനെയും മാസായുടെ മകനായ പുരോഹിതൻ സെഫനിയാസിയെയും ജെറമിയായുടെ അടുക്കൽ അയച്ചു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായുക. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം. ജെറമിയ അവരോട് പറഞ്ഞു, സെദക്കിയായോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറത്തു നിൽക്കുന്ന ബാബിലോൺ രാജാവിനോടും കൽദായ സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണല്ലോ. നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞാൻ വാങ്ങി നഗരമധ്യത്തിൽ കൂമ്പാരം കൂട്ടും. ഞാൻ തന്നെ കരുത്തുറ്റ കരം നീട്ടി രോഷത്തോടെ, കോപത്തോടെ, ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും. മനുഷ്യരും മൃഗങ്ങളും മഹാമാരിയാൽ മരിക്കും. അതിനുശേഷം ഞാൻ യൂദാ രാജാവായ സെദക്കിയായെയും ദാസന്മാരെയും പകർച്ചവ്യാധിയിൽ നിന്നും, വാളിൽ നിന്നും, പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ട നഗരവാസികളെയും ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെയും അവരുടെ ശത്രുക്കളുടെയും അവരുടെ ജീവന് തേടുന്നവരെയും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവർ അവരെ വാളിനിരയാക്കും. ദയമോ ദാക്ഷിണ്യമോ അനുകമ്പയോ കാണിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ജനത്തോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ജീവന്റെയും മരണത്തിന്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുന്നു. നഗരത്തിൽ തങ്ങുന്നവൻ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധിയാലും മരിക്കും. എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കൽദായർക്ക് കീഴടങ്ങുന്നവൻ ജീവിക്കും. യുദ്ധത്തിന്റെ സമ്മാനം എന്ന നിലയിൽ അവന് തന്റെ ജീവൻ കിട്ടും. എന്തെന്നാൽ എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോൺ രാജാവിന്റെ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെടും. അവനത് അഗ്നിക്കിരയാക്കും. രാജാക്കന്മാർക്ക് ശിക്ഷ. യൂദാ രാജാവിന്റെ ഭവനത്തോട് നീ പറയുക, കർത്താവിന്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ ഭവനമേ, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക. കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ കുതിച്ചുയരും. ആർക്കും ശമിപ്പിക്കാനാവാത്ത വിധം അത് ആളിക്കത്തും. സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടമുറപ്പിച്ചവരെ, ഞാൻ നിങ്ങൾക്കെതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. ആരും ഞങ്ങൾക്കെതിരെ വരും? ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തിക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. അവരുടെ വനത്തിന് ഞാൻ തീ കൊളുത്തും. അത് ചുറ്റുമുള്ളതെല്ലാം ദഹിപ്പിച്ച് കളയും. കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഡേവിഡിനെ അനുസ്മരിക്കുന്ന കൊൻസുദിനം. വെയിൽസിന്റെ മധ്യസ്ഥനും ബ്രിട്ടനിലെ
ഏറ്റവും കീർത്തിമാനാണ് വിശുദ്ധ ഡേവിസ്. തെക്കേ വെയിൽസിൽ ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം ടിഗ്വിൻ ആശ്രമത്തിൽ വൈദികനാവുകയും മിഷനറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹത്തെ പടിഞ്ഞാറൻ പെംബ്രോക്ക് ഷൈറിലെ മനേവിയയിലേക്ക് മാറ്റി. അവിടെ അദ്ദേഹം ഒട്ടനവധി ആശ്രമങ്ങൾ സ്ഥാപിച്ചു. പരിപൂർണ മൗനവും കഠിനാധ്വാനവും വിട്ടുവീഴ്ചയില്ലാത്ത പ്രായശ്ചിത്തമുള്ള തപശ്ചര്യയോടുകൂടിയാണ് സന്യസ്തർ അവിടെ പാർത്തിരുന്നത്. അതവർക്ക് ജലപാനം മാത്രമുള്ളവർ എന്ന പേര് നേടിക്കൊടുത്തു. വെയിൽസിലെ ഈ സന്യാസികളെ പറ്റി പല ഇതിഹാസ കഥകളുമുണ്ട്. അവർ മൃഗങ്ങളുടെ സഹായമില്ലാതെ നിശബ്ദമായി ഭൂമിയിൽ അധ്വാനിച്ചിരുന്നു. റൊട്ടിയും സസ്യങ്ങളും ജലവും മാത്രം ഭക്ഷിച്ചും പാനം ചെയ്തുമാണവർ അങ്ങനെ അധ്വാനിച്ചിരുന്നത്. വിശുദ്ധന്റെ മിഷണറി പ്രവർത്തനം മൂലം വിശുദ്ധ നാട്ടിലും വ്യാപിച്ചു. ജെറൂസലേമിലെ പാത്രിയാർക്കീസ് വിശുദ്ധനെ അവിടുത്തെ ആർച്ച് ബിഷപ്പാക്കി വാഴിച്ചു. അദ്ദേഹം അധ്യക്ഷം വഹിച്ച 569 സിനഡിൽ ബ്രിട്ടനിലെ പലാജിയൻ പാഷണ്ടയെ തോൽപ്പിക്കുകയും വെയിൽസിലെ സഭയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഡിഗ്രികൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആസ്ഥാനം മനവിയിലേക്ക് മാറ്റപ്പെടുകയും അവിടെ ഇന്ന് വിശുദ്ധ ഡേവിഡിൻ്റെതെന്ന് പറയപ്പെടുന്ന ആശ്രമത്തിൽ മരണം വരെ അദ്ദേഹം വസിക്കുകയും ചെയ്തു. അദ്ദേഹം അവസാനം പറഞ്ഞത് ഇതായിരുന്നു: സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുക, വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും എന്നിൽ നിന്ന് കണ്ടതും കേട്ടതുമായ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കുക. ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന വിശുദ്ധന്റെ തോളിൽ ഒരു പ്രാവുമായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കുക. ഒരിക്കൽ അദ്ദേഹം ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക ഒരു പ്രാവ് ഇറങ്ങി വന്ന് അദ്ദേഹത്തെ എല്ലാവരും കേൾക്കത്തക്ക വിധം ജനക്കൂട്ടത്തിന് മുകളിൽ ഉയർത്തിപ്പിടിച്ചു എന്ന് പറയപ്പെടുന്നു. വെയിൽസിന്റെ സന്യാസ ജീവിതത്തിൽ വിശുദ്ധ ഡേവിഡിൻ്റേത് സുവർണ കാലഘട്ടമായിരുന്നു. മതനവീകരണത്തിന് മുൻപ് തന്നെ 50-ലേറെ ദേവാലയങ്ങൾ അദ്ദേഹ നാമത്താൽ സെന്റ് വെയിൽസിനുണ്ടായി. 1120 കലിസ്റ്റിസ് മാർപ്പാപ്പ ഡേവിഡിനെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ ബ്രിട്ടനിലെ ആംഗേഴ്സ് രൂപതയുടെ മെത്രാനായിരുന്ന വിശുദ്ധ അൽബീനൂസിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. മെത്രാനായിരുന്ന വിശുദ്ധ അൽബീനൂസിൻ്റെയും ബിഷപ്പായിരുന്ന വിശുദ്ധ ഡേവിഡിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.